ഓം ശാന്തി. ഈ പ്രപഞ്ചത്തിലെ അതിവിശിഷ്ട സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യന് ഈശ്വരൻ്റെ ഏറ്റവും നല്ല വരദാനമാണ് മനസ്സ് എന്ന് പറയുന്നത്. മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ മനനം ചെയ്യാൻ കഴിവുള്ളവൻ മനുഷ്യൻ എന്നാണ് അർത്ഥം. മനനം ചെയ്യുന്ന നമ്മുടെ വിശിഷ്ട സമ്മാനമായിരിക്കുന്ന മനസ്സോ സമയകാലങ്ങൾക്കുപരിയായി ഏത് കാലത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോവാൻ ഭൂതകാലത്തിൽ പോയിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കുട്ടിക്കാലത്ത് സ്കൂളിലേക്ക് പോകുമ്പോൾ മഴക്കാലത്ത് കുട വട്ടം തിരിച്ച് നമ്മുടെ കൂട്ടുകാരൻ്റെ കുടയിൽ കൊണ്ടുപോയി കുത്തുന്നത്, വെള്ളം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ചാടി വെള്ളം തെറിപ്പിച്ച് എല്ലായിടത്തേക്കും ചളിവെള്ളം തെറിപ്പിക്കുന്നത്, ചളിവെള്ളമൊന്നും തോന്നിയിട്ടില്ല, കുട ഓട്ടയാവുന്നൊന്നും തോന്നിയിട്ടില്ല. എത്ര മനോഹരമായിരിക്കുന്ന ദിവസങ്ങളായിരുന്നു അന്ന്. അപ്പൂപ്പൻ താടി പൊട്ടി വിരിഞ്ഞപ്പോൾ അതിലൊന്നിനെ പറത്തി വിട്ടു ഊതി പറപ്പിച്ച ശേഷം പിടിക്കാൻ പിന്നാലെ ഓടിയതായിട്ടുള്ള ദിവസങ്ങൾ. തുമ്പിയുടെ വാലിൽ നൂല് കെട്ടി തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാൻ നോക്കിയ ദിവസങ്ങൾ. എത്ര രസമുള്ള ദിവസങ്ങളായിരുന്നു. ഞാൻ ഓർത്തു പോവും, അന്ന് മഴയിൽ കുതിച്ചു പായന്തായിരിക്കുന്ന ചളിവെള്ളത്തിൽ പേപ്പർ കൊണ്ട് ബോട്ടുണ്ടാക്കി ആ ബോട്ട് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇറക്കങ്ങൾ, അതിൻ്റെ ചാട്ടം, അത് മറയുന്നത് നോക്കുന്നത്, സന്തോഷിക്കുന്നത്, തുള്ളിച്ചാടുന്നത്, എത്ര രസകരമായിട്ടുള്ള ബാല്യമാണല്ലേ. ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയും കുട്ടിക്കാലം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കുറച്ചു കാലം കൂടി അങ്ങോട്ട് കഴിയുമ്പോഴോ ഇനി ഒരു മുത്തശ്ശിയായി തീരുമ്പോൾ ഈ പല്ലൊക്കെ പൊഴിഞ്ഞു പോയി പകരം എന്തായാലും പല്ലില്ലാത്ത അവസ്ഥയൊന്നും വേണ്ട, നമുക്ക് വെപ്പ് പല്ലൊക്കെ കിട്ടും. എന്നാലും ബ്രഷ് ചെയ്യുന്ന സിസ്റ്റമൊക്കെ മാറുമല്ലോ. സിംഗിൾ പല്ലാണെങ്കിൽ സാധാരണ പോലെ ബ്രഷ് ചെയ്യായിരിക്കും. വെപ്പ് സെറ്റാണെങ്കിലോ അതിങ്ങനെ എടുത്ത് ബ്രഷ് ചെയ്യുന്നതായിട്ടുള്ള ദിവസം. അന്ന് നമ്മുടെ പേരക്കുട്ടി അടുത്ത് വന്നിട്ട് അയ്യേ മുത്തശ്ശിയുടെ പല്ല് ഇങ്ങനെയാ ബ്രഷ് ചെയ്യുക എന്ന് ചോദിക്കുന്ന ആ ദിവസം ഒന്ന് ഓർത്തു നോക്കിയേ. എന്ത് രസമായിരിക്കും ഒരു ചമ്മലോട് കൂടിയുള്ള ആ മോണ കാണിച്ചുള്ള ചിരി. ഞാനിതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളും കണ്ടില്ലേ നിങ്ങളുടെ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും സമയകാലങ്ങൾക്കുപരിയായിക്കൊണ്ട് ഭൂതത്തിലേക്കോ ഭാവി കാലത്തിലേക്കോ വേണമെങ്കിൽ നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന അത്ര മനോഹരമായിരിക്കുന്ന ഒരു വിശേഷ ശക്തിയാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇല്ലാത്ത പ്രേതത്തെ ഭൂതത്തെ കാണിപ്പിച്ച് നമ്മളെ പേടിപ്പിക്കാനും പറ്റും. അല്ലെങ്കിൽ സുഗന്ധമുള്ള പൂക്കളുടെ തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ട് നമ്മളെ ഫ്രഷാക്കാനും പറ്റും. സങ്കടത്തിൻ്റെ കയത്തിൽ മുക്കിക്കൊണ്ട് ശ്വാസം മുട്ടിക്കാനും പറ്റും. സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥകൾ ഉണ്ടാക്കാനും പറ്റും. ഇതിനൊക്കെ കഴിയുന്നതായിരിക്കുന്ന അതിവിശിഷ്ടമായിരിക്കുന്ന ഈശ്വരൻ്റെ വരദാനമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്.